ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീത 1-ാം അധ്യായം, ശ്ലോകം 46. യതി മാമ പ്രതികാരമശസ്ത്രം ശസ്ത്രപാണയ ധാർത്തരാഷ്ട്രരണേ ഹന്യുസ്തന്മേ ക്ഷേമതരം ഭവേത്. ഈ ശ്ലോകത്തിൽ അർജുനൻ തൻ്റെ മനസ്സിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള അവസ്ഥ തുറന്നു പറയുകയാണ്. യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഒരാളുടെ വാക്കുകൾ എന്നതിലുപരി ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള തകർച്ചയുടെ ശബ്ദമാണ്. അനവധി യുദ്ധങ്ങളിൽ വിജയിച്ച അജയനായ ധനുർധാരിയായ അർജുനൻ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. അത്രയും വലിയൊരു മാനസിക സംഘർഷമാണ് അർജുനനെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. ഞാൻ ആയുധമില്ലാതെ നിൽക്കുമ്പോൾ അവർ എന്നെ കൊല്ലട്ടെ എന്ന് അർജുനൻ പറയുന്നു. ഈ വാക്കുകൾ വെറും ഭയത്തിൻ്റെ പ്രകടനം മാത്രമല്ല, ഇതൊരു ആഴത്തിലുള്ള ആശയക്കുഴപ്പത്തിൻ്റെ ഫലമാണ്. ധർമ്മം എന്ത്, കടമ എന്ത്, കരുണ എവിടെ വരണം എന്നിങ്ങനെ അർജുനൻ്റെ മനസ്സിൽ അനവധി ചോദ്യങ്ങൾ ഉയരുന്നു. അവയ്ക്കുള്ള വ്യക്തമായ ഉത്തരങ്ങളില്ലാത്തതിനാൽ അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നു. ഇവിടെ അർജുനൻ്റെ കരുണയും ബന്ധങ്ങളോടുള്ള സ്നേഹവും വളരെ ശക്തമാണ്. എന്നാൽ ആ കരുണ അർജുനനെ തൻ്റെ ധർമ്മത്തിൽ നിന്ന് പിന്മാറ്റുന്നു. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ തന്നെയാണിത്. നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും, ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അർജുനൻ ഇപ്പോൾ അതേ അവസ്ഥയിലാണ്. മനുഷ്യൻ എത്ര ശക്തനായാലും മനസ്സിൻ്റെ സംഘർഷത്തിൽ തളരാൻ ഇടയുണ്ട് എന്നതാണ്. എന്നാൽ ആ തളർച്ച തന്നെ ഒരു വലിയ തിരിച്ചറിവിൻ്റെ തുടക്കമാകാം. കാരണം ഈ അവസ്ഥയിലാണ് മനുഷ്യൻ തൻ്റെ പരിധികളെ തിരിച്ചറിയുന്നത്. എനിക്കറിയില്ല എന്നൊരു വിനയം മനുഷ്യൻ്റെ ഉള്ളിൽ ഉദിക്കുന്നു. അതാണ് മനുഷ്യനെ ദൈവത്തിലേക്ക് നയിക്കുന്നത്. ശ്ലോകം 47. സഞ്ജയ ഉവാച ഏവമുക്ത്വാ അർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസ. ഈ ശ്ലോകം ഭഗവത്ഗീതയുടെ ആദ്യ അധ്യായത്തിൻ്റെ സമാപന ദൃശ്യമാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രരോട് വിവരിക്കുന്ന ഈ രംഗത്തിൽ അർജുനൻ തൻ്റെ ഗാണ്ഡീവവും അമ്പുകളും ഉപേക്ഷിച്ച് രഥത്തിലിരിക്കുന്നു. അർജുനൻ്റെ മനസ്സ് ശോകത്തിലും ആശയക്കുഴപ്പത്തിലും മുങ്ങിയിരിക്കുന്നു. യുദ്ധത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരാളുടെ പൂർണ്ണമായ പിന്മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഈ ദൃശ്യത്തിന് ഒരു ആഴത്തിലുള്ള പ്രതീകാത്മക അർത്ഥമുണ്ട്. ഇതിലുപേക്ഷിക്കുന്നത് തൻ്റെ കടമ ഉപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. രഥത്തിൽ ഇരിക്കുന്നത് പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നതിൻ്റെ അടയാളമാണ്. ശോകത്തിൽ മുങ്ങുന്നത് മനസ്സിൻ്റെ പൂർണ്ണമായ തകർച്ചയാണ് കാണിക്കുന്നത്. ഒരു യോദ്ധാവിൻ്റെ പരാജയം എന്നതിലുപരി ഇതൊരു മനുഷ്യൻ്റെ ആത്മീയ യാത്രയിലെ നിർണായക ഘട്ടമാണ്. എന്നാൽ ഈ തകർച്ചയെ ഒരു അവസാനമായി കാണേണ്ടതില്ല, മറിച്ച് ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ കവാടമാണ്. അർജുനൻ ഇപ്പോൾ തൻ്റെ ബുദ്ധിയിലും തീരുമാനങ്ങളിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അർജുനൻ ആശ്രയിക്കാൻ ഒരാളെ അന്വേഷിക്കുന്നു. ഈ നിമിഷത്തിലാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഉപദേശം ആരംഭിക്കുന്നത്. അതിനാൽ ഈ ശ്ലോകം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ തകർച്ചകൾ പലപ്പോഴും വലിയ ജ്ഞാനത്തിനുള്ള വാതിൽ തുറക്കുന്നു എന്നതാണ്. മനുഷ്യൻ തൻ്റെ അഹങ്കാരം വിട്ട് വിനയത്തോടെ സത്യത്തെ അന്വേഷിക്കുന്ന നിമിഷത്തിലാണ് ദൈവജ്ഞാനം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. അർജുനൻ്റെ വിഷാദം അതുകൊണ്ട് തന്നെ ഒരു ദൗർബല്യമല്ല, അതൊരു ആത്മീയ ഉണർവിൻ്റെ തുടക്കമാണ്. തകർന്ന മനസ്സിലാണ് ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റവും വ്യക്തമായി കേൾക്കുന്നത്. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ.